എക്സ്പ്ലെയിനർ ഓഫ് ട്രൂത്ത് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഈ ഡോക്യുമെൻ്ററി ആദ്യാവസാനം വരെ കാണണമെന്ന് ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ കൊറോണ കാലത്ത് ഇന്ത്യ രാജ്യത്തുണ്ടായ വലിയ വിവാദങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയിൽ കൊറോണ വൈറസ് പരത്തിയത് തബ്ലീഗുകാരായിരുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളായിരുന്നുവെന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഉന്നയിച്ച ഈ വാദം ഇന്ത്യയിലെ മീഡിയകളാണ് കൊട്ടിപ്പാടിയത്. 2020 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തബ്ലീഗിൻ്റെ കേന്ദ്രമായ നിസാമുദ്ദീൻ മർക്കസിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുകയും അതിൽ കോവിഡ് ബാധിതരുണ്ടായിരുന്നു എന്നുമാണ് ഇവർക്കെതിരെ ഇങ്ങനെ ഉന്നയിക്കാനുള്ള ഒരു തെളിവായി ഉന്നയിച്ചിരുന്നത്. ഈ വാദപ്രതിവാദങ്ങളൊക്കെ ഇന്ന് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിവാദമുണ്ടാക്കിയ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ വിഷയത്തിലുണ്ടായ വാദപ്രതിവാദങ്ങളൊക്കെ പലയിടങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. കുറച്ച് നാളുകൾക്കപ്പുറത്ത് എന്താണ് ഈ വിഷയത്തിൽ ഇവിടെ നടന്നത് എന്ന് എടുത്തു നോക്കാൻ പറ്റുന്ന രൂപത്തിൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ വിവാദത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് സത്യസന്ധമായ അന്വേഷണം നടത്തുന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഈ ഡോക്യുമെൻറ്റേഷൻ. ഇന്ത്യയിൽ കൊറോണ വൈറസിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ ഇന്ത്യൻ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ശ്രദ്ധേയമായ ചുവടുവെപ്പായിരുന്നു ഒരു ദിവസത്തെ ജനതാ കർഫ്യൂ പ്രഖ്യാപിക്കൽ. ഇതിന് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ലഭിക്കുകയും ചെയ്തു. 2020 മാർച്ച് 22 ഞായറാഴ്ച ദിവസം. പക്ഷേ അന്നേ ദിവസം തന്നെ വൈകുന്നേരം 5 മണിക്ക് കൈയടിച്ചോ മറ്റോ ശബ്ദമുണ്ടാക്കുകയും ഗോ കൊറോണ എന്ന മന്ത്രം ഉരുവിടുകയും ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് ഈ ജനതാ കർഫ്യൂവിൻ്റെ ഫലത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്നതായിരുന്നു. കാരണം പ്രധാനമന്ത്രി നിർദ്ദേശിച്ച പോലെ വീടുകളിൽ നിന്ന് കൈയടിച്ചും മറ്റും ശബ്ദമുണ്ടാക്കുവാൻ വളരെ കുറച്ച് പേർ മാത്രമേ തയ്യാറുണ്ടായിരുന്നുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ പൂർത്തീകരിച്ചത് തെരുവുകളിലേക്ക് ഇറങ്ങി കൂട്ടം കൂട്ടമായി നിന്ന് കൈയടിച്ചും മറ്റും ശബ്ദമുണ്ടാക്കിയും കോലാഹലങ്ങളുണ്ടാക്കിയും ഒക്കെയായിരുന്നു. ഇത് കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിന് തടയിടുവാനാണോ അതോ അതിനെ ആക്കം കൂട്ടുവാനാണോ സഹായിച്ചതെന്ന് ഈ വീഡിയോകൾ തന്നെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിയുന്നതിനു മുമ്പേ പ്രധാനമന്ത്രിയുടെ മറ്റൊരു ശ്രദ്ധേയമായ പ്രഖ്യാപനം വന്നു. 2020 മാർച്ച് 24 രാത്രിയിൽ പ്രധാനമന്ത്രി രാജ്യത്തോട് പ്രഖ്യാപിച്ചു, ഇന്ന് അർദ്ധരാത്രി മുതൽ രാജ്യത്ത് 21 ദിവസത്തേക്ക് ലോക്ക്ഡൗൺ ആയിരിക്കുമെന്ന്. രാജ്യത്ത് കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിന് തടയിടുവാൻ ഏറ്റവും കാര്യക്ഷമമായ നടപടിയായിരുന്നു ഇത്. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം പ്രഖ്യാപിച്ച ഈ ലോക്ക്ഡൗൺ കാരണം ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളുമായി ജനലക്ഷങ്ങളാണ് ഒരുമിച്ച് കൂടിയത്. ഇത് രാജ്യത്ത് കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിന് തടയിടുകയാണോ അതോ ആക്കം കൂട്ടുകയാണോ ചെയ്തതെന്ന് ഈ വീഡിയോകൾ തന്നെ പറയട്ടെ. Look at these visuals. This is Pune railway station, packed with people with bigger worries than social distancing. And these are pictures at bus stands in Kolkata. Thousands of casual workers desperate to get back to their villages. They are waiters at restaurants that are shut, housekeeping staff at offices that are shut, loaders of goods at factories that are shut. They've been told, daftar, hotel, factory sab band hai, salary nahi hai, ghar jao, 2-3 mahine ke baad dekhenge. Now multiply this scenario for industrial cities and big metros across India. Mumbai, Delhi, Gurgaon, Chennai, Coimbatore, Kochi, Surat, Ahmedabad, Ludhiana, Noida, Kanpur, Hyderabad, Bangalore, Mangalore.
Lakhs of India's working population suddenly with no jobs heading back to their villages, the direct and immediate result of the coronavirus lockdown. And an additional worry, if any of them are positive cases for coronavirus, then this exodus from the cities is one sure way of the pandemic to spread to rural ഇത് India. മാത്രമായിരുന്നില്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ പതിനായിരക്കണക്കിന് രാജ്യത്തെ പൗരന്മാർക്കാണ് തങ്ങളുടെ വീടുകളിലേക്കും ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും എത്തിച്ചേരാൻ കാൽനടയായി പോകേണ്ടി വന്നത്. 100 മുതൽ 1000 വരെ കിലോമീറ്ററുകൾ നടന്നുപോയവരുണ്ട്. യുപിയിലേക്കും ഹരിയാനയിലേക്കും നടക്കുന്ന ഈ കൂട്ടപലായനം വാർത്തകളിൽ ഇടം നേടിയപ്പോൾ അതിർത്തിയിൽ നിന്ന് ബസ് സൗകര്യം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പിന്നെ ആ പലായനം ഒരു സമുദ്രമായി മാറുകയായിരുന്നു. പക്ഷെ ഈ 10,000-കണക്കിന് രാജ്യത്തിലെ പൗരന്മാർക്ക് അവരുടെ വഴികളിൽ ഭക്ഷണവും വെള്ളവും അവർക്കാവശ്യമായ എല്ലാം നൽകാൻ ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. അതാരായിരുന്നുവെന്ന് ഈ വീഡിയോ തന്നെ പറയട്ടെ. रोजाना आप अपने घर पैदल जा रहे हैं. ये देखिए एक मुसलमान भाइयों ने हमारी मदद की और हमें केले खिलाए, पैसे भी दिए हमें रास्ते पे जाने के. और सब भाई यहाँ पे खड़े हैं और हम लोगों की जो हम आ रहे हैं जा रहे हैं, हमको खाना पानी सब मिल रहा है यहाँ पे. तो आप भाई कहाँ जा रहे हो वैसे? इलाहाबाद जा रहे हैं हम. बच्चे कितने पैदल जा रहे हो? ये बच्चा मेरा 1.5 साल का पैदल जा रहे हैं. बताओ. बताया गया है कि सरकार ने आनंद विहार तक के लिए बस रखी है, दिल्ली तक हम पैदल आए हैं. और भाइयों ने यहाँ पे सब टोपी पहने हुए जितने हैं सब मुसलमान भाई बैठे हुए हैं. और मेरा नाम राजू रघुवंशी है और इन लोगों ने हमारी मदद की. कोई बात नहीं. बस भाई रो मत कोई बात नहीं. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ഗവൺമെൻറ് അനുവദിച്ച ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഭക്ഷണവും വെള്ളവും ആവശ്യമായതെല്ലാം എത്തിക്കാൻ ഈ വിഭാഗം ആളുകൾ തന്നെയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത് എന്ന് ഈ ചിത്രങ്ങളും വീഡിയോകളും പറയുന്നു. ज़मीं पूछती है नमाज़ी कहाँ है. ഈ ലോക്ക്ഡൗണിൻ്റെ പ്രത്യാഘാതങ്ങൾ എവിടെയും അവസാനിച്ചിരുന്നില്ല. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെയായി വീടുകളിൽ ജനങ്ങൾ പട്ടിണിയിലായി. എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ടായി. मैं 4 दिन से भूखा हूँ. मैंने कुछ भी नहीं खाया और मेरे पापा बाजार जाते हैं तो पापा को मारती है पुलिस. अच्छा. मैं भूखा हूँ 4 दिन से. अच्छा. सुबह एक आंटी आई हमें खाने देने को तो पुलिस वाले ने उन्हें भी मार के भगा दिया. और सबको मारा, हमारे पापा चाचा सबको मारा है. हमें कुछ खाने को दे दो, हम बहुत भूखे हैं. मेरी मम्मी नहीं है, गांव में है. गांव में पापा खत्म हो गए हैं. कैसे तुम लोग ये कर रहे हो? मौसी के साथ रहते हैं. इनके दर्द को सुनकर सवाल तो उठता है कि लॉकडाउन का ऐलान तो कर दिया गया, पर क्या उसके पहले इन लोगों के बारे में नहीं सोचा गया? इनका सवाल രാജ്യത്തെ ജനങ്ങൾ വിശന്നും മരിക്കുന്ന അവസ്ഥ വരെ എത്തി. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കണ്ണിൽ കാണുന്ന പുല്ലും കല്ലുമൊക്കെ എടുത്ത് തിന്നുന്ന വാർത്തകൾ വരെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവരെ സഹായിക്കാനും ഈ പറഞ്ഞ വിഭാഗം ജനങ്ങൾ തന്നെ മുമ്പിൽ നിന്നു. ഇവരുടെ വീടുകളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം സഹോദരിയുടെ ശ്രദ്ധേയമായ സംസാരം കേൾക്കാം. दोस्तों, आज मैं आपसे शेयर करना चाहती हूँ. जैसे कि आप लोगों को पता है कि लॉकडाउन चल रहा है तो काम धंधा है नहीं, किसी के पास भी काम नहीं है. सब बैठे हुए घर पे, हाथ में पैसे हैं नहीं. मेरे पास भी नहीं है, हाथ में पैसे नहीं. घर का सामान सब खत्म हो गया. सुबह तक सोच रही थी कि कल खाना क्या बनाऊंगी, सब खत्म हो चुका था. अभी शाम को बस इसी फिक्र में मैं बीमार भी पड़ रही थी. अभी शाम को मस्जिद से मुफ्ती साहब और 2 लड़के आए और उन्होंने मुझे इतना सारा सामान लेके गए और बोल के गए कि बाजी और कुछ चीज़ की ज़रूरत पड़े ना तो हमें याद कीजिएगा.
बताए अब कहाँ से आता है यार ये हिंदू मुस्लिम लोगों के दिल में, उनको पता नहीं कैसे पता पड़ा, ऊपर वाला। ഈ ഒരു സമയത്താണ് ഇന്ത്യ രാജ്യത്ത് കൊറോണ വൈറസ് പരത്തിയത് മുസ്ലിങ്ങളാണെന്ന് ഗവൺമെന്റും പിന്നീട് മാധ്യമങ്ങളും കുട്ടിഘോഷിച്ചത്. ഇതിന്റെ ലക്ഷ്യമെന്താണെന്ന് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. कोरोना की समस्या जो उसको भी हिंदू मुसलमान बना दिया जाए और इसका जिम्मा तबलीगी जमात के माथे मर दिया जाए, क्या कहते हैं आप? देखिए, जो घटना घटी है, जो तबलीगी जमात से लोग फैले हैं, वो तो दुर्भाग्यपूर्ण है ही और चिंताजनक भी है। लेकिन ये कहना कि ये कोरोना जिहाद है, ये कोरोना बम फोड़ा गया है, ये जो शब्दावली यूज़ हो रही है, ये सरकार को बचाने के लिए हो रही है। सरकार ने 3 जगह पे स्पष्ट गलती की है। पहले इसमें 300 लोग बताया गया है कि विदेशों से आए हैं। प्रधानमंत्री जी ने खुद बोला था पिछले हफ्ते कि जनवरी से स्क्रीनिंग इस देश में हो रही है। तो जनवरी से अगर स्क्रीनिंग हो रही थी और ये कोरोना पॉजिटिव थे तो ये पहुंच कैसे गए? इसकी जिम्मेदारी किसी को दी जाएगी कि नहीं दी जाएगी? दूसरी बात, आप देखिए कि 20 तारीख को 10 लोग तेलंगाना में कोरोना पॉजिटिव पाए गए जो तबलीगी जमात के मरकज से गए थे। तो उनके जब ये मालूम पड़ गया था कि वहाँ पे कोरोना वायरस वहाँ से फैल रहा है तो इसको आइसोलेट क्यों नहीं किया? आपको याद है डायमंड प्रिंसेस करके एक शिप जापान के पास था जिसमें लोग कुछ कोरोना पॉजिटिव पाए गए थे, तो उस पूरे शिप में जितने लोग थे उनको शिप में ही क्वारंटाइन कर दिया था। आज तक लोग उसमें क्वारंटाइन है, पूरी तरह खाली नहीं हुआ है। हमारे यहाँ जब ये मालूम पड़ गया था तो लोगों को निकलने क्यों दिया? आपने उनको पूरा उसी वक्त क्वारंटाइन करने की कोशिश क्यों नहीं की? आप वेट कर रहे थे कि लोग निकले और पूरे देश में फैले। तीसरी बात, अभी कल भी प्रधानमंत्री ये बोल रहे थे, कल भी अरविंद केजरीवाल बोल रहे थे कि जो जहां है वहीं रहे। एक मंत्र की तरह इस बात को कहा जा रहा है कि जो भी व्यक्ति जहां है वहीं रहे, और यहां पे मरकज में लोग जहां थे वहीं रहे, तो उनसे बोला जा रहा है आप वहां क्यों रहे? अब मान लीजिए कि हमारे ऑफिस में अगर कोई ऐसी घटना घट जाए तो ये हमको तय करना है या सरकार को तय करना है कि क्या करना है? ये सरकार को तय करना है कि उनको कहां लेके जाना है, ये सरकार को तय करना है कि उनको आइसोलेट कैसे करना है, सरकार को तय करना है कि इतनी बड़ी भीड़ को आपने कहां पे क्वारंटाइन करना है। ये कुछ नहीं हुआ है, ये कह देने से काम नहीं चलता। हो क्या रहा है कि सरकार को बचाने के लिए कोशिश हो रही है और बहुत सारा वर्ग इस देश में जो सपोर्टर है बीजेपी आरएसएस का, वो मुस्लिम को गुनहगार ठहरा के अपनी भड़ास निकालने में एक संतोष प्राप्त कर रहा है और उसको एड्रेस किया जा रहा है। लेकिन समस्या यह है कि ये कोरोना है, ये दिल्ली के दंगों की तरह नहीं है कि मैंने ट्विटर पे अपनी चिंता जाहिर की, ये ट्विटर पे लोगों को भड़काया और मैं बच गया। ये कोरोना तो हमारे घरों तक आएगा। सरकार की फेलियर को अगर हम पॉइंट आउट नहीं करेंगे, सरकार की गलती के ऊपर अगर एक्शन नहीं होगा, तो ये कोरोना से आप जितना मर्जी मुस्लिम को इसमें गाली दीजिए, जितना मर्जी उनको दोषी ठहराइए, ये कोरोना उनकी वजह से आया नहीं है। തബ്ലീഗിന്റെ മർക്കസിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ബാക്കിയാവാനും വിദേശികൾ ഉണ്ടാവാനും കാരണക്കാർ അല്ലെങ്കിൽ കുറ്റക്കാർ ഗവൺമെന്റ് തന്നെയാണെന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ തുറന്നു പറഞ്ഞത്. അഥവാ ഗവൺമെന്റ് തങ്ങളുടെ വീഴ്ചകൾ മറച്ചു വെക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇനി ഇതിന്റെ മറ്റൊരു തലത്തിലേക്ക് വേറൊരു മാധ്യമ പ്രവർത്തകൻ വിരൽ ചൂണ്ടുന്നു. लेकिन क्रोनोलॉजी समझाने की जरूरत है। 13 तारीख को देश का स्वास्थ्य मंत्रालय कहता है कोरोना इज नॉट अ हेल्थ स्केयर। 13 से 15 के बीच में 1,500 लोग थे निजामुद्दीन में, तो 16 मार्च तक सिद्धिविनायक मंदिर बंद नहीं था, 16 मार्च तक उज्जैन का महाकालेश्वर मंदिर बंद नहीं था, 17 मार्च तक शिरडी का साईं बाबा मंदिर बंद नहीं था, 17 मार्च तक शनि शिंगणापुर बंद नहीं था, 18 मार्च तक वैष्णो देवी का मंदिर बंद नहीं था, 20 मार्च तक काशी विश्वनाथ का मंदिर बंद नहीं था। 19 तारीख को प्रधानमंत्री पहली बार सोशल डिस्टेंसिंग की बात करते हैं, उससे पहले कहा जाता है हेल्थ केयर ही नहीं है, और सारा का सारा निजामुद्दीन पर लेकर आके बैठ जाएंगे। अरे भाई हमारी व्यवस्था क्या है? क्रोनोलॉजी बता रहा हूं आपके सामने, गलत बोला हो तो बताइए। को बचाना है, सवाल है पूरे मुल्क को बचाना है, और जो निजामुद्दीन में रुके उनको भी बचाना है। सरकार उनकी फिक्र कर रही कि नहीं? उनको आइसोलेशन में ले जाएगा। 23 तारीख तक संसद चली, 23 तारीख तक संसद चली, उसमें दुष्यंत भी मौजूद थे जो कनिका कपूर की पार्टी में थे। कनिका कपूर पॉजिटिव पाई गई। 23 तारीख तक संसद चलती है। 23 तारीख को मध्य प्रदेश में शपथ ग्रहण होता है, जहां पर 300 वहां पर लोग मौजूद होते हैं, उनमें कोरोना पॉजिटिव लोग थे।
आप उन पर सवाल नहीं उठाएंगे, एक नैरेटिव चलेगा। आज आप क्या चाहते हैं कि इस पर सवाल भी न उठाया जाए? नहीं, अपने गिरेबान में झांक के पूरी व्यवस्था पर सवाल उठा रहा हूं मैं किसी को पीछा नहीं छोड़ता हूं। ഇതിലെ മറ്റൊരു സത്യത്തിലേക്കാണ് ഈ മാധ്യമപ്രവർത്തകൻ വിരൽ ചൂണ്ടിയത്. മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും അവരുടെ കേന്ദ്രങ്ങളിലുമൊക്കെ ഇതുപോലുള്ള പരിപാടികൾ നടന്നു. ഇവിടങ്ങളിൽ മാത്രമല്ല, ഭരണകേന്ദ്രങ്ങളിൽ വരെ ഇതുപോലുള്ള കൂടിച്ചേരലുകൾ നടന്നു. ഇതിൽ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഇതോടൊപ്പം നമ്മൾ കാണേണ്ടതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അയോധ്യ ക്ഷേത്രത്തിലെയും നവരാത്രിയിൽ ചില ക്ഷേത്രങ്ങളിലും ഉണ്ടായിട്ടുള്ള വഞ്ചനത്തിരക്ക്. कोरोना वायरस के संक्रमण से पूरे देश में हालांकि सावधानी बरती भी जा रही है। तस्वीरें जो सामने आ रही हैं, देश के कई मंदिरों को श्रद्धालुओं के लिए बंद तक कर दिया गया है। संक्रमण से बचने के लिए लोग खुद भी भीड़ भाड़ वाली जगहों पर जाने से परहेज कर रहे हैं, लेकिन अयोध्या में श्रद्धालुओं पर इसका कोई असर नहीं पड़ा है। कोरोना के खतरे के बावजूद यहां भारी संख्या में श्रद्धालु उमड़ रहे हैं। ये कोई आम लोगों की भीड़ नहीं है, यहाँ लगा है श्रद्धालुओं का तांता। हर कोई अपने इष्ट देव का दर्शन करने के लिए आतुर है। भगवान को प्रसाद चढ़ाने के लिए मिठाइयों की दुकानें सजी हुई हैं। भगवान को अर्पित करने के लिए फूलों की दुकानें भी लगी हुई हैं। हर ओर मेले का माहौल है, न किसी का डर, न किसी बीमारी का खौफ। सबके मन में सिर्फ भगवान का दर्शन करने की ही इच्छा है। ये तस्वीरें रामलला की नगरी अयोध्या की हैं, जहाँ रोजाना भारी संख्या में भक्त उमड़ रहे हैं। ये हाल तब है जबकि पूरे देश में कोरोना वायरस के संक्रमण को देखते हुए काफी सतर्कता बरती जा रही है। स्कूल कॉलेज बंद कर दिए गए हैं। कई शहरों में जलसों और प्रदर्शनों पर रोक लगा दी गई है। देश के कई मंदिरों को श्रद्धालुओं के लिए बंद कर दिया गया है, लेकिन अयोध्या में ना तो किसी तरह की रोक है और न ही भक्तों की भीड़ कम हो रही है। देश के तमाम हिस्सों में लोग कोरोना वायरस के संक्रमण से बचने के लिए सुरक्षा के उपाय कर रहे हैं, लेकिन यहाँ आए भक्त इससे पूरी तरह से बेपरवाह हैं। उन्हें ना तो कोरोना के संक्रमण का डर है और न ही बीमार पड़ने का। सब अपनी भक्ति में मस्त है। कोई बीमारी पर आस्था को भारी बताता है तो कुछ श्रद्धालु संक्रमण से बचने के उपायों को अपनाने की बात कहते हैं। अपने यहाँ यूपी में कुछ कम है और खास करके रामचंद्र जी के दरबार में तो भाई कुछ कहना ही नहीं है। जहाँ भाव अधिक होता है वहाँ पर कोरोना था किसी प्रकार की मतलब नहीं रह जाता है। तो आस्था पर कोरोना न भारी है न रहेगा कि नहीं, कोरोना ही नहीं किसी प्रकार का वायरस कभी न भारी है न कभी रहेगा। क्या लगता है? कुछ भी नहीं है अभी, बस सब लोग प्रिकॉशन कर रहे हैं। मतलब लोग कर रहे हैं, सैनिटाइजर का यूज कर रहे हैं, जो बताया गया है लोगों को। जो कोरोना का है जो मुंबई और वहाँ जो इंटरनेशनल एयरपोर्ट है वहीं तक सीमित है। मेरे ख्याल से यहाँ वो नहीं। जहाँ तक कोरोना के संक्रमण को लेकर प्रशासन की तैयारी की बात है, तो पूरे अयोध्या में कोरोना के खतरे और उससे बचाव के प्रति लोगों को जागरूक करने के लिए जगह जगह पर पोस्टर लगाए गए हैं, लेकिन ये पोस्टर्स भी श्रद्धालु की आस्था को डिगा नहीं सके हैं। जाहिर है कि अयोध्या में बीमारी के डर पर आस्था भारी पड़ती नजर आ रही है। टीम न्यूज़ नेशन। कोरोना वायरस संक्रमण का असर हर ओर देखा जा रहा है। अब ऐसे में नवरात्रि का पर्व जो कि कुछ ही दिन दूर है, उसको देखते हुए मंदिरों में क्या सावधानी बरती गई है, आपको सबसे पहले दर्शन कराते हैं मां कालका जी के दरबार के, जो दिल्ली का बेहद प्राचीन ऐतिहासिक मंदिर है। काफी मान्यता है इस मंदिर की और मां के दर्शनों के लिए भक्तों की भीड़ भारी तादाद में उमड़ती है, खासतौर पर जब नवरात्रि का पर्व होता है। लेकिन कोरोना के संकट की स्थिति को देखते हुए और सरकार ने जो फैसला लिया है, उसके बाद मंदिर प्रशासन की ओर से किस तरह से जो यात्री जो यहाँ पर तमाम श्रद्धालु आ रहे हैं उनको सैनिटाइजर देकर हाथ में, और उनको बताया जा रहा है कि वो हाथ को सैनिटाइज करके आगे बढ़े और कितना जरूरी है ये तमाम चीजें उनको बताते हुए लगाने का तरीका जो मंदिर प्रशासन है उनकी ओर से ये व्यवस्था की गई है। और लगातार दरबार की भी जो सफाई है, साफ सफाई, उसका भी ഈ രൂപത്തിൽ പതിനായിരങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നത്. തബ്ലീഗ് ജമാഅത്തിന്റെ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ. മാത്രമല്ല, തബ്ലീഗിന്റെ സമ്മേളനം നടന്നിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ രൂപത്തിലുള്ള കൂടിച്ചേരലുകൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. മാത്രമല്ല, ഇവിടങ്ങളിലൊക്കെയുള്ള ആളുകളുടെ മറുപടി കൊറോണ വൈറസ് ഒന്നും ഇങ്ങോട്ട് എത്തുകയില്ല എന്ന രൂപത്തിലായിരുന്നു.
ഈ വീഡിയോകളിലൊക്കെ കാണിച്ച പോലെ ഈ ഭരണവർഗത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലും അവരുടെ വിശ്വാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ആരാധനാലയങ്ങളിലും മാത്രമായിരുന്നില്ല, അവരുടെ പാർട്ടി ഓഫീസുകളിലും ഈ രൂപത്തിലുള്ള കൂടിച്ചേരലുകളുണ്ടായി. മാത്രമല്ല ഇവിടങ്ങളിലൊക്കെ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ കൂടിച്ചേരലുകളോ അതിൽ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളോ ഉണ്ടായതല്ല വിഷയം. ഇനി ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ ഇവർ പറയുന്നത് കേൾക്കൂ. அதில் இன்னொன்று நான் எனக்கு அடிப்படையில் 2-3 கேள்வி இருக்கு. பிப்ரவரி மாசம் உலகம் முழுவதும் குறிப்பாக சைனாவில் கொத்து கொத்தா செத்துட்டு இருந்தாங்க. ஜனவரி பிப்ரவரியில சாவினுடைய விகிதம் அதிகம். உலகம் முழுவதும் பரவி இருந்த காலகட்டம் ஜனவரி பிப்ரவரி. அந்த பிப்ரவரி காலகட்டத்தில் 24ஆம் தேதி ட்ரம்ப் இந்தியாவுக்கு வர்றாரு. இந்தியாவுக்கு வந்து 25ஆம் தேதி குஜராத்தில் லட்சக்கணக்கான மக்களை சந்திக்கிறார். அப்ப நான் என்ன கேட்கிறேன், ட்ரம்ப் வந்த லட்சக்கணக்கான மக்களை சந்திச்சு ஒரு வாரத்துக்குள்ள இந்த இஸ்லாமியர் மாநாடு நடந்திருக்கு. அப்படி என்றால் நீங்க ட்ரம்ப் வந்த அன்னைக்கு அங்க கூடுனா அத்தனை பேரையும் பரிசோதனைக்கு உள்ளாக்க வேணாமா? வெறும் ஒரு வாரத்துக்கு முன்னாடி நடந்தது. அப்ப நீங்க அவங்கள பரிசோதனைங்க. அவங்கள யார் மூலமாவது கொரோனா பரவி இருக்கான்னு பாருங்க. குஜராத்ல 6 பேர் செத்தாங்களே, அவங்க எங்க இருந்து வந்தாங்கன்னு பாருங்க. நீங்க ஏன் அவங்கள பரிசோதனை பண்ணல? சரி, அதை விடுங்க. 21ஆம் தேதி சிவராத்திரி நடக்குது. லட்சக்கணக்கான பேர் கோவையில ஜக்கி வாசுதேவ் தலைமையில சிவராத்திரி விழா கொண்டாடுறாங்க. ராத்திரி லட்சக்கணக்கான பேர் அங்க பங்கெடுக்கிறாங்க. 1,00,000 சில்லற பேர் பங்கெடுக்கிறாங்க. பலவேறு நாடுகள்ல இருந்து வந்து பங்கேற்றாங்க. ஏன் நீங்க அவங்கள பரிசோதிக்கல? யாரெல்லாம் வந்திருக்கிறாங்கன்னு என்ட்ரி பாயிண்ட் இருக்கும்ல, அதை ஏன் நீங்க போய் பார்க்கல? அவங்கள ஏன் பரிசோதிக்கல? அவங்கள ஏன் தனிமைப்படுத்தல? அவங்க இருக்கிற தெருவை ஏன் நீங்க தனிமைப்படுத்தல? அப்போ 1,00,000க்கும் மேல கூடி இருந்தவங்களை விட்டுறீங்க. 2000 சில்லற பேர் கூடினவங்கள இந்தியா முழுவதும் ஒரு இஷ்யூவா மாத்துறீங்கன்னா இதுக்குள்ள அரசியல். அப்படி என்றால் ஒரு வார கேப்ல நடந்த லட்சக்கணக்கான பேர் கூடிய இதெல்லாம் விட்டுட்டு நீங்கள் வெறும் 2000 பேர் கூடிய இஸ்லாமியர்களை டார்கெட் பண்றீங்கன்னா இது திட்டமிட்டு இஸ்லாமியர்களை பழிவாங்கக்கூடிய ஒரு வேலை. கொரோனாவை வச்சு இஸ்லாமியர்களை நீங்கள் கட்டம் கட்டி கொண்டிருக்கிறீர்கள் என்று நாங்கள் உங்கள் மீது வன்மையாக கண்டிக்கிறோம். दोस्तों, और ये सवाल वास्तविक है कि पहले फरवरी के पहले हफ्ते में अगर अंतर्राष्ट्रीय सीमा बंद कर दी गई होती, बाहर से अंतर्राष्ट्रीय उड़ानों को बंद कर दिया गया होता, तो भारत आज इस मुसीबत में नहीं होता। और लेकिन बंद क्यों नहीं किया गया? क्योंकि बाद में धीरे धीरे ऐसे निर्णय हुए, लेकिन बंद उस समय क्यों नहीं किया गया? क्योंकि हमें यह दिखाना था कि भारत कितना बड़ा गुलाम है, आपका चौकीदार। अमेरिका की चौकीदारी करते हुए अमेरिका को यह बताना चाहता था कि आप हमारे लिए कितने अहम हैं और हम आपके लिए अपने देश की 1 करोड़ जनता को साष्टांग दंडवत करवाएंगे, आपका हम स्वागत करेंगे आपका, और उस स्वागत के लिए हम अपने पूरे भारतवासियों की बलि भी दे सकते हैं। आज वही हो रहा है मेरे दोस्तों। आज अगर हम इस स्थिति में हैं तो इसके लिए चौकीदार जिम्मेदार है और चौकीदार का अहंकार जिम्मेदार है। और फिर आज आपका चौकीदार आपसे कहता है, महाभारत 18 दिन चला था, हम 21 दिन में कोरोना को जीत लेंगे, कोरोना हारेगा, यह सच है। लेकिन आपके अहंकार ने भारत में न जाने कितनी जाने लेगा, कैसे हालात पैदा करेगा, वो आज से शुरू हो चुका है। स्थिति से बचा जा सकता था, यह दिन नहीं आता अगर आपका चौकीदार ट्रंप का स्वागत नहीं करता। मात्र ट्रंप के स्वागत के लिए ही आपके चौकीदार ने 24 फरवरी तक अंतर्राष्ट्रीय सीमाएं खोलकर रखा था। और अहंकार में डूबा आपका चौकीदार दिल्ली को नरसंहार के रूप में, दिल्ली को मरने मारने के लिए छोड़ दिया। ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ബാക്കിയുള്ള കാര്യങ്ങളും ഈ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഇനി തബ്ലീഗുകാരുടെ പരിപാടിയിൽ വിദേശികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവശേഷിക്കുന്ന ന്യായമെങ്കിൽ അതിന് മറുപടി മാതാ അമൃതാനന്ദമായി നൽകുന്നുണ്ട്. അവരുടെ മഠത്തിലും ഉണ്ടായിരുന്നു ഒരുപാട് പേർ. രോഗവിവരം മറച്ചുവെക്കുന്നതും രോഗം വരാൻ സാധ്യതയുള്ളവരെ ഒളിപ്പിച്ചു വെക്കുന്നതും രാജ്യത്തിനോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. അത്തരമൊരു വലിയ തെറ്റാണ് അമൃതാനന്ദമയി മഠവും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് RDOയ്ക്കും പോലീസിനുമെല്ലാം മഠത്തിൽ കയറേണ്ടി വന്നിരിക്കുന്നത്. വിദേശികളായ 709 പേരാണ് നിലവിൽ മഠത്തിലുള്ളത്. ഇതിൽ നിരീക്ഷണ കാലയളവിൽ വന്ന 68 പേരുമുണ്ട്.
ഇവരെ ഇപ്പോൾ പ്രത്യേക കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനു പുറമെ തദ്ദേശീയരായ 1702 അന്തേവാസികളും മഠവുമായി ബന്ധപ്പെട്ടുണ്ട്. കൊറോണ മുൻകരുതലിന്റെ ഭാഗമായുള്ള സർക്കാർ നിർദ്ദേശങ്ങളാണ് അമൃതാനന്ദമയി മഠം ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. വിദേശ അന്തേവാസികളുടെ വിവരങ്ങളാണ് മഠം അധികൃതർ മറച്ചുവെച്ചിരുന്നത്. ഇതിനെതിരെ കേസെടുക്കണമെന്നതാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമല്ല തബ്ലീഗ് ജമാഅത്തിനെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം, മറിച്ച് അത് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. സത്യം ഇത്രമാത്രം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടും ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം മീഡിയകളും ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞുകൊടുത്ത പച്ചക്കള്ളത്തെ കുട്ടിഘോഷിക്കുകയായിരുന്നു. തബ്ലീഗ് ജമാഅത്തിന്റെ പേരിൽ വ്യാജ വാർത്തകൾ കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. തബ്ലീഗ് കോവിഡൊന്നും തബ്ലീഗ് ജമാഅത്താണ് ഇന്ത്യ രാജ്യത്തെ കൊറോണ വൈറസിന്റെ ഏറ്റവും വലിയ പ്രചാരകരെന്നും തബ്ലീഗ് ജമാഅത്തിന് വിദേശ തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്, അൽ ഖായിദയുമായിട്ട് കണക്ഷനുണ്ട്, ലഷ്കർ എ തൊയ്ബയുമായിട്ട് ബന്ധമുണ്ട്, പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ടാവുകയും അവരിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്തു എന്നൊക്കെ തുടങ്ങി അതിഭീകരമായ വ്യാജ വാർത്തകൾ പടച്ച് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. തബ്ലീഗുകാരെ മാത്രമായിരുന്നില്ല, മുസ്ലിങ്ങളെ മുഴുവനായി അതിരൂക്ഷമായി അധിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു മാധ്യമങ്ങൾ. സോഷ്യൽ മീഡിയകളിലൂടെയും ഈ കള്ളപ്രചരണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അതിഭീകരമായ വ്യാജ വാർത്തകളാണ് തബ്ലീഗ് ജമാഅത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചത്. തബ്ലീഗുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്രവർത്തനങ്ങൾ, അവർ ചെയ്യാത്ത കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിലൂടെ കള്ളപ്രചരണങ്ങൾ നടത്തി. ഈ കള്ളപ്രചരണങ്ങളുടെയൊക്കെ ഫലമായി ഇന്ത്യയിലുടനീളം തബ്ലീഗുകാർ വേട്ടയാടപ്പെട്ടു. അതിക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി. തബ്ലീഗുകാർ മാത്രമായിരുന്നില്ല, മുസ്ലിമീങ്ങൾ ഒന്നാകെ വേട്ടയാടപ്പെട്ടു. എല്ലാ സ്ഥലങ്ങളിലും ഈ രൂപത്തിലുള്ള പീഡനങ്ങൾക്കിരയായിട്ടുണ്ട്. ഇത് എത്രമാത്രമായിരുന്നു വെച്ചാൽ ആശ്വാസ കേന്ദ്രങ്ങളാകേണ്ടിയിരുന്ന ആശുപത്രികളിൽ വരെ അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് മുസ്ലിം സഹോദരന്മാർ ഇരയാകേണ്ടി വന്നത്. ഇതിൻ്റെ കാരണത്താലുള്ള മരണങ്ങളും ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പീഡനങ്ങളും മർദ്ദനങ്ങളുമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രി പറയുന്നത് നിസാമുദ്ദീൻ മർക്കസിൽ 30,000 ആളുകൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്തിയതിൽ ആകെ ഒരാൾക്ക് മാത്രമേ കോവിഡ് പോസിറ്റീവായി കണ്ടെത്തിയുള്ളൂ. അതും നിസാമുദ്ദീൻ മർക്കസിന്റെ മുമ്പിൽ ഭിക്ഷയാചിക്കുന്ന ആളായിരുന്നു. जैसे निजामुद्दीन है, वहाँ पे 6,000 घरों में 30,000 लोगों को स्कैन किया, एक आदमी को स्कैन किया, और वहाँ पर हमारे को जो मरकज की वजह से एक आदमी पॉजिटिव मिला, वो था जो मरकज के बाहर बैठ के भीख मांगा करता था. बाकी ഈ ഒരു സത്യം മാത്രം അവസാനത്തിൽ പറയാൻ തയ്യാറായെങ്കിലും ഇനിയും ഒരുപാട് സത്യങ്ങൾ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. നിസാമുദ്ദീൻ മർക്കസിലുണ്ടായിരുന്ന എത്ര ആളുകളാണ് ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് പോസിറ്റീവായിട്ട് കണ്ടെത്തിയതെന്ന് ചില സംസ്ഥാനങ്ങളിൽ ചില സന്നദ്ധ പ്രവർത്തകർ നടത്തിയ പഠനത്തിൽ ഇവർ പറഞ്ഞിരുന്ന കണക്കിൻ്റെ എത്രയോ 10 മടങ്ങ് കുറവായിട്ടാണ് കണ്ടെത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളൊക്കെ തബ്ലീഗുകാരുടെ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവായ റിപ്പോർട്ടുകൾ നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ അവർ മുമ്പ് കൊടുത്തിരുന്ന വ്യാജ വാർത്തകളുടെ നിജസ്ഥിതി പറയാനോ അതിൻ്റെ കുറ്റം സമ്മതിക്കാനൊന്നും ആരും തയ്യാറായിരുന്നില്ല. മറ്റ് ചില മീഡിയകൾക്കൊന്നും ഇത് വാർത്തയേ ആയിരുന്നില്ല. അവരുടെ മീഡിയകളിൽ തബ്ലീഗിനെയും മുസ്ലിങ്ങളെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള വാർത്തകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ തബ്ലീഗുകാർക്കും മുസ്ലിങ്ങൾക്ക് നേരെയുമുള്ള അക്രമങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. ഏപ്രിൽ 23 ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത 6 മുസ്ലിം കുടുംബങ്ങൾ ഹിന്ദുമതത്തിലേക്ക് പോയിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശം അന്വേഷിച്ച് നോക്കുമ്പോഴും ഇത് തന്നെയാണ് കാരണം. തബ്ലീഗുകാർക്കെതിരെ കൊറോണ പ്രചാരകരെന്ന അതിഭീകരമായ വ്യാജ പ്രചരണവും മർദ്ദനങ്ങളുമാണ് ഇതിന് കാരണമായത്. ഏപ്രിൽ 18 ഉത്തർപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം കൊറോണ വൈറസും മുസ്ലിങ്ങളും പര്യായ പദങ്ങളാക്കി മാറ്റിയിരിക്കുന്നു എന്ന
ഭീകരമായ സത്യമാണ് വിളിച്ചു പറയുന്നത്. ഉത്തർപ്രദേശിലെ മുൻ മന്ത്രിയും BSP ലീഡറുമായ കുൽദീപ് ഉജ്വാളിനുണ്ടായ ഭീകരമായ അനുഭവം. അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത് ഒരു മനുഷ്യൻ വായ പൊത്താതെ ചുമക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അയാളോട് പറഞ്ഞു, വായ പൊത്തിയിട്ട് ചുമക്കൂ. അതിന് നൽകിയ മറുപടി ഇതായിരുന്നു, അതിന് ഞാൻ ഒരു ഹിന്ദുവാണല്ലോ, ഞാനൊരു മുസ്ലിം ഒന്നുമല്ലല്ലോ. അതുപോലെ ഈ പത്രവും മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്, കച്ചവട സ്ഥലങ്ങളിലേക്ക് മുസ്ലിം കച്ചവടക്കാർക്ക് പ്രവേശനമില്ല. ആളുകൾ മുസ്ലിങ്ങളാണോ എന്ന് നോക്കിയിട്ടാണ് സാധനം വാങ്ങുന്നത്. ഇനി മുസ്ലിങ്ങളാണെന്നറിഞ്ഞാൽ അവരെ ക്രൂരമായി അടിച്ചോടിക്കുന്ന വീഡിയോകളും ഒരുപാട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് സമാനമായ വേറെയും ഒരുപാട് സംഭവങ്ങൾ പല പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന മറ്റൊരു സംഭവമാണ്, സാനിറ്റൈസറും മറ്റും ഉപയോഗിക്കാതെ മാസ്ക് ധരിക്കാതെ കണ്ട ഒരു പച്ചക്കറി കടക്കാരനോട് താങ്കൾ ഇതൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ നൽകിയ മറുപടി, അതിന് ഞാനൊരു ഹിന്ദുവാണല്ലോ, ഞാനൊരു മുസ്ലിം ഒന്നുമല്ലല്ലോ എന്നാണ്. ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് മുമ്പ് നമ്മൾ കണ്ട അയോധ്യ ക്ഷേത്രത്തിന്റെയും അതുപോലെ നവരാത്രിയിലും ചില ക്ഷേത്രങ്ങളിലുണ്ടായ ജനത്തിരക്കിൽ ജനങ്ങൾ നൽകുന്ന മറുപടി, കൊറോണ വൈറസോ അത് ഞങ്ങളെയൊന്നും ബാധിക്കില്ലല്ലോ എന്ന്. ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധിക്കുന്ന, മുസ്ലിങ്ങൾ മാത്രം പരത്തുന്ന ഒരു രോഗമായി മാറി കൊറോണ വൈറസ്. ഇങ്ങനെ ഏകദേശം എല്ലാ മേഖലകളിലും കൊറോണ പ്രചാരകർ എന്ന പേരിലും മുസ്ലിങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. ക്രൂരമർദ്ദനങ്ങളും ഇടയിലൊക്കെ കൊറോണ വൈറസിന്റെ വ്യാപനത്തെ തടയിടുക എന്ന പേരിൽ BJP ഗവൺമെന്റിന്റെ ക്രൂര തമാശകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇതിലൊന്നായിരുന്നു ഏപ്രിൽ 5 വൈകുന്നേരം 9 മണിക്ക് ലൈറ്റ് അണച്ചുകൊണ്ട് ദീപം തെളിയിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. ഇതും അന്ന് പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ ആഘോഷമാക്കി മാറ്റി. എന്നാൽ ഇതിനെയൊന്നും കൊറോണ വൈറസിന്റെ പ്രചാരണത്തിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണെന്ന് ആരും പറഞ്ഞില്ല. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ഈ ദീപം കൊളുത്തിയുള്ള യാത്രകളിൽ ചിലയിടങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. വീടുകളും മറ്റുമൊക്കെ കത്തിനശിച്ച വാർത്തകൾ ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതുമാത്രമായിരുന്നില്ല, പുറത്തിറങ്ങാൻ കിട്ടിയ ഈ അവസരം കൊറോണയുടെ പേര് പറഞ്ഞ് തബ്ലീഗുകാരെയും മുസ്ലിങ്ങളെയും ആക്രമിക്കാനും ചിലർ ഉപയോഗപ്പെടുത്തിയെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനിയും ഒരുപാട് പറയാനുണ്ട് ഈ ഭരണവർഗത്തിന്റെ ക്രൂരതമാശകൾ. ഒരു വിഭാഗത്തിന് നേരെയുള്ള അതിഭീകരമായ അക്രമങ്ങളെക്കുറിച്ച് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു.